കാർഷിക മേഖലയെ സംസ്ഥാനത്ത് ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കാൻ നടപടികൾ കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. കാർഷിക മേഖലയെ സംസ്ഥാനത്ത് ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കാൻ നടപടികൾ കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിന്റെ തുടർച്ചയായി എല്ലാ മേഖലയിലും വളർച്ചയുണ്ടായി. സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിട്ട് കാർഷിക മേഖലയിൽ മൂല്യവർദ്ധനവും യാഥാർത്ഥ്യമാക്കിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കാർഷിക മുന്നേറ്റങ്ങളുടെയും സാംസ്കാരിക സംരംഭങ്ങളുടെയും സാഹിത്യ ജീവിതത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബഹുമാനായ PS തിരുവനന്തപുരത്തിൻ്റെ നാട് എന്ന നിലയിൽ ഇവിടെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ കവിയും വിപ്ലവകാരിയുമായിരുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് ഇത് നൽകിയത് ഒരു സങ്കല്പത്തിന് എല്ലാ അർത്ഥത്തിലും നിരക്കുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ വനജാട്ടിയാണിത് രൂപകൽപ്പന ചെയ്തത്. ഭംഗിയായി ഇത് ചെയ്തതിന് പ്രൊഫസർ വനജയെ ഹാർദമായി അഭിനന്ദിച്ചു. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. സമുച്ചയത്തിന്റെ ചമയം ഓഡിറ്റോറിയം രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും ദർപ്പണം എക്സിബിഷൻ ഹാൾ E. ചന്ദ്രശേഖരൻ MLA-യും ഹരിതവനവും പച്ചത്തുരുത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമും ബാംബു പാർക്ക് കളക്ടർ K. ഇമ്പശേഖറും ശലഭോദ്യാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരിയും വിദേശ ഫലവൃക്ഷത്തോട്ടം പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് E. കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. നാരായണൻ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, ജില്ലാ പഞ്ചായത്ത് അംഗം M. മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. സനൽ, പിലിക്കോട് പഞ്ചായത്ത് അംഗം TV മിനി, രതീഷ് പിലിക്കോട്, P. കുഞ്ഞിക്കണ്ണൻ, MP മനോഹരൻ, കരീം ചന്ദേര, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KTV മോഹനൻ, KP രാമകൃഷ്ണൻ, PT നന്ദകുമാർ, PP പ്രസന്ന തിരുമുമ്പ്, കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ T. വനജ, PK രതീഷ് എന്നിവർ സംസാരിച്ചു. സംസ്കൃതി കേന്ദ്രത്തിൽ ശില്പചിത്ര നിർമ്മാണം പൂർത്തീകരിച്ച ശില്പി സുരഭി ഈയക്കാട്, കേന്ദ്രത്തിലേക്ക് പഴയകാല കാർഷിക ഉപകരണങ്ങൾ നൽകിയ വാസുദേവൻ നമ്പൂതിരി, O. നാരായണൻ എന്നിവരെ ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.